പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങൾക്കും 11-ാം മാസത്തിൻ്റെ 2-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് വചന സന്ദേശത്തിൽ പങ്കാളികളാകുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങൾക്കും, എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും, വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. ഈ പ്രഭാതവും വചന സന്ദേശത്തിനായി പ്രാർത്ഥനയോടുകൂടി നമുക്ക് അടുത്തു ചെല്ലാം. സങ്കീർത്തനക്കാർ ഇപ്രകാരം പാടുന്നു: എന്നാൽ അത് എൻ്റെ കട്ടതയാകുന്നു, അത്യുന്നതൻ്റെ വലം കൈ വരുത്തിയ സംവത്സരങ്ങൾ തന്നെ എന്ന് ഞാൻ പറഞ്ഞു. ലോകത്തിൽ നമുക്ക് കഷ്ടങ്ങൾ ഉണ്ടെങ്കിലും ധൈര്യപ്പെട്ടിരിക്കണമെന്നാണ് കർത്താവ് നമ്മോട് അരുളി ചെയ്തിരിക്കുന്നത്. എന്നാൽ കഷ്ടതയുടെ വിധമോ ദൈർഘ്യമോ അവിടുന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. ഓരോരുത്തരുടെയും കഷ്ടത മറ്റുള്ളവരിൽ നിന്നും വ്യത്യാസമാണ്. ഇവിടെ കഷ്ടതയുണ്ടെന്നുള്ളതല്ല, അതിന് നേരിടുന്ന വിധമാണ് പ്രധാനമായിരിക്കുന്നത്. കഷ്ടതയെക്കുറിച്ചുള്ള മനുഷ്യരുടെ ചിന്തകൾക്കും പ്രതികരണങ്ങൾക്കും വ്യത്യാസമുണ്ട്. കഷ്ടത വരുമ്പോൾ ഓടി രക്ഷപ്പെടുന്നതോ മറ്റുള്ളവരെ ശപിക്കുന്നതോ കുറ്റം മറ്റൊരാളുടെ പേരിൽ ആരോപിക്കുന്നതോ ശരിയായ മാർഗമല്ല. കഴിഞ്ഞ കാലങ്ങളിൽ അനുകൂലമായിരുന്ന ദൈവം ഇപ്പോൾ എന്നെ തള്ളിക്കളഞ്ഞത് എന്തുകൊണ്ടായിരിക്കാം? എനിക്കിങ്ങനെ ഒക്കെ ഭവിച്ചത് എന്തുകൊണ്ടായിരിക്കാം? ഒരിക്കലും ദൈവം എനിക്ക് അനുകൂലമായിരിക്കുകയില്ലയോ എന്നുള്ള ചിന്തകൾ മനുഷ്യനെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. ഓരോ ദിനവും നാം പ്രതീക്ഷിക്കുന്ന സമയത്ത് വിടുതൽ ലഭിക്കാതിരിക്കുകയും കഷ്ടത നീണ്ടുപോവുകയോ അളവ് കൂടി വരികയോ ചെയ്യുമ്പോൾ മിക്ക ദൈവമക്കളും ഇങ്ങനെ ചിന്തിച്ചു പോകാറുണ്ട്. ചിന്തിച്ചു പോകും. നാം ചിന്തിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ. നമ്മുടെ കഷ്ടതയിൽ ദൈവവും നമ്മുടെ പങ്കാളിയായി കൂടെയുണ്ടായിരിക്കും. ആമേൻ. ഒരു ദൈവവൈദ്യൻ്റെ കഷ്ടതയിൽ തനിയെ ദൈവം വിടുകയില്ല, കർത്താവും കൂടെ ഉണ്ടായിരിക്കും എന്നറിയുന്നത് ഒരു ഭക്തന് ധൈര്യം പകരുന്ന ഒരു കാര്യമാണ്. കടഭാരം, സാമ്പത്തിക നഷ്ടങ്ങൾ, രോഗങ്ങൾ, അപകടങ്ങൾ, മരണങ്ങൾ, മറ്റുള്ളവരാൽ നേരിടുന്ന അവഗണനകൾ, ജീവിത പരാജയങ്ങൾ തുടങ്ങിയവയെല്ലാം കഷ്ടതയുടെ ഗണത്തിൽ വരും. എന്നാൽ നമുക്ക് നേരിടുന്ന കഷ്ടതയുടെ പൂർണ്ണ ദൈവോദ്ദേശം വ്യക്തമായി ദൈവം നമുക്ക് വെളിപ്പെടുത്തിയിട്ടില്ല എന്നതാണ് വാസ്തവം. നാം എത്രയെല്ലാം ദൈവവചനം നിരത്തി വെച്ചാലും അതിന് വ്യക്തമായ മറുപടി ആകുന്നില്ല. അതാണ് സത്യം. നിത്യതയിൽ നാം എത്തിച്ചേരുമ്പോൾ മാത്രമേ പലതിനും ഉത്തരം കണ്ടെത്തുവാൻ കഴിയുകയുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. സുഖത്തിൻ്റെയും സമൃദ്ധിയുടെയും സമയങ്ങളിൽ ദൈവത്തോട് അടുക്കുന്നതിനേക്കാൾ കഷ്ടതയുടെയും വേദനകളുടെയും സമയങ്ങളിലാണ് ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ കഴിയുന്നതും ദൈവത്തെ അടുത്തറിയുവാൻ ഇടയാകുന്നതും എന്നതിനും സംശയമില്ല. പല സ്നേഹിതരും നമ്മെ മറന്നു പോകുന്നതും പലരും നമ്മെ കബളിപ്പിക്കുന്നതും നാം ജീവിതത്തിൽ വിശ്വസിക്കുന്നവരും നമ്മെ ചതിക്കുന്നതും നാം ചിലതിലെല്ലാം പ്രാപ്തരായി തീരുവാൻ വേണ്ടിയാണെന്ന് നാം തിരിച്ചറിയണം. ചില ഒറ്റപ്പെടലുകൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് നമ്മോട് സംസാരിക്കാനാണെന്ന് നമുക്ക് നേരിടുന്ന പല കഷ്ടതകളുടെയും ഉദ്ദേശം അതുതന്നെയാണെന്ന് നാം തിരിച്ചറിയണം. ഒന്നും നമുക്ക് തിരിച്ചറിയുവാൻ കഴിയാതെ ഇരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ പിന്നെയും പരാജയങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഒരിക്കലും നമ്മെ പരാജയപ്പെടുത്തുവാനല്ല ഇതിൻ്റെ ഒടുവിൽ നമുക്കൊരു ജയമുണ്ടെന്ന് നാം തിരിച്ചറിയണം. ആമേൻ. ആകയാൽ പ്രിയ ദൈവപൈതലേ, നമ്മുടെ ഈ സകല കഷ്ടതയുടെ നടുവിലും ഒരു ദൈവിക പദ്ധതി ഈ നാളുകളിൽ ഉണ്ടെന്ന് തിരിച്ചറിയുക. ഈ 11-ാം മാസത്തിൻ്റെ 2-ാമത്തെ പ്രഭാതത്തിൽ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ദൈവം നമ്മെ ഈ നാളുകളിൽ ഉയർത്തുക തന്നെ ചെയ്യും. നിന്ദിച്ചവരുടെ നടുവിൽ, പരിഹസിച്ചവരുടെ നടുവിൽ, സ്തോത്രം, നമ്മെ കബളിപ്പിച്ചവരുടെ നടുവിൽ നമ്മെ മാനിച്ചുയർത്തുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾ സ്തോത്രം എന്നോട് ചേർന്ന് കണ്ണുകളടച്ചാട്ടെ, പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ കഷ്ടതയുടെ നടുവിൽ വെളിപ്പെടുന്ന ഒരു ദൈവത്തിൻ്റെ
ദൈവത്തിൻ്റെ കരം ഈ പകൽക്കാലം വെളിപ്പെടുവാനിടയാകും. സ്വർഗീയ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തവുമായ ഒരു നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നാഥ, ഈ പ്രഭാതം ദൂരത്തും ചാരത്തും രാജ്യത്തിനകത്തും പുറത്തുമായി ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പലതിനെ ചൊല്ലി ഭാരപ്പെടുന്ന കർത്താവേ, ഇല്ലായ്മയുടെ നടുവിൽ, ഞെരുക്കങ്ങളുടെ നടുവിൽ, കടഭാരങ്ങളുടെ നടുവിൽ, രോഗശയുടെ നടുവിൽ, കട്ടതയുടെ നടുവിൽ, ഏകാന്തതയുടെ നടുവിൽ കർത്താവേ സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, പലതരത്തിലുള്ള കട്ടതയിൽ കൂടെ കടന്നു പോകുന്ന ദൈവകുഞ്ഞുങ്ങൾ ഈ പ്രഭാതം ഈ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. അവരുടെ ജീവിതത്തിൽ കർത്താവ് വലിയൊരു വിടുതലിനും ആശ്വാസത്തിനും ഈ നാളുകൾ കാരണമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ 11ാം മാസം ഒരു ജയത്തിൻ്റെ മാസമായി, അനുഗ്രഹത്തിൻ്റെ മാസമായി, ആമേൻ, സ്തോത്രം, ദൈവിക പദ്ധതികൾ വെളിപ്പെടേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗം അത്ഭുതം ചെയ്യും, എല്ലാവിധ നന്മകളാൽ നിറയ്ക്കണം, മകച്ചമങ്ങെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.